ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരം കാണാനാണ്. തൃശ്ശൂർ പൂരം കാണാൻ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്, അമൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പൂരം കാണാൻ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് പൂരത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൂര കാഴ്ചകളാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കും കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആന കുളിച്ച് പോകണ ഒരു കാഴ്ച. കുളിച്ചിട്ട് പോകണല്ലേ? എങ്ങോട്ടാണ് പോകുന്നത്? ആളെന്താ അതിൻ്റെ. അപ്പോൾ അവിടെയാണ് പൂരം നടക്കുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ വൈബ്? അതാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ കാണാം വെടിക്കെട്ടിനുള്ള കുഴികൾ. നമ്മൾ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല വെയിലാണ്. ആനനെ അടുത്ത് കാണുന്ന ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്? വെടിക്കെട്ട് നടത്തുന്നത് ഈ ഭാഗത്താണ് തോന്നുന്നു. കണ്ടില്ല? അമലേ, നമ്മൾ കറങ്ങല്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പൂരപ്പറമ്പിൽ കറങ്ങി നടക്കണേ. ഇനിയുള്ള ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടക്കണേ. തെണ്ടി നടക്കുക. എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അമൽ ആദ്യമായിട്ടാണ് വരുന്നില്ലേ? ആദ്യം തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ് ആയിട്ട് നിൽക്കണല്ലേ? എന്താ പറയാൻ വയ്യ. അവിടെ നടക്കുന്ന ഇത് ഇങ്ങനെ സ്ക്രീൻ വെച്ചിട്ട് ലൈവായിട്ട് ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയേക്കാം. അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയുണ്ടാ? എന്തൊക്കെയാ പാർക്കിലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ടിക്കറ്റ് എടുക്കണം അപ്പുറത്ത് പോയിട്ട്. അതുകൊണ്ട് അപ്പോൾ അവിടെ ഒരു വഴി കാണുന്നുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ അമ്പലത്തിന് ചുറ്റുള്ള റോഡാണ്. ഈ റോഡ് ഫുള്ള് ആളുകൾ നിറഞ്ഞൊഴുകുകയാണ്. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സിബിഷൻ എക്സ്പോ പോലെ സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കുറേ ഐറ്റം ബേക്കറികൾ ഒക്കെ മിക്സ് ആക്കിയിട്ടില്ലേ? ഇവിടെ ഫുള്ളായിട്ട് കൈ നോക്കുന്ന ആളുകളാണ്. അല്ലേ തന്നെ കട്ടപ്പോകാണല്ലേ? പിന്നെ നോക്കിയിട്ട് പറയാനൊന്നും ഇല്ലല്ലേ? കോടെ ഇത് വേറെ
കുറേ പോസ്റ്ററുകളൊക്കെ കൊടുക്കുന്നുണ്ട്, പരസ്യം. ഇവിടെ ഒരു എക്സിബിഷനൊക്കെ ഉണ്ട്. എത്രടാ ടിക്കറ്റിനൊക്കെ? നോക്കട്ടെ. എക്സിബിഷൻ കാണാൻ വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ കാണാതാ, ഡ്രസ്സ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയി നോക്കട്ടെ. വീട്ടിലെത്തിയ പോലെ ഉണ്ട് അല്ലേ? ആനേൻ്റെ രൂപങ്ങൾ. 150 രൂപേൻ്റെ വാച്ച് എല്ലാം ഉണ്ട്. ഇതാ ഗ്ലാസുകൾ, പാത്രങ്ങളൊക്കെ. തിരക്കാണ് മക്കളെ, ഭയങ്കര തിരക്ക്. കണ്ടില്ലേ എന്തൊക്കെയാണുള്ളത്. ഇതിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബാഗുകളാണ്, പല ഐറ്റം ബാഗുകളുണ്ട്. ചെരുപ്പ്, നല്ല അടിപൊളി ചെരുപ്പുകൾ. ഇതെന്താ മിഠായി? അടുത്തത് പഴയ കാലത്തെ മിഠായികളാണ്. ഇതൊക്കെ പഴയകാല മിഠായികൾ ഫുള്ളായിട്ട്. വിഷയം വലിയൊരു സംഭവം തന്നെ കേട്ടോ. ഒരുപാട് സ്ഥലത്തേക്കുണ്ട് ഡ്രസ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. തൊപ്പി, വാച്ച് സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ കളയണ്ട, നനഞ്ഞ തുണി ഉപയോഗിക്കാം, എത്ര ദിവസമായാലും നമുക്ക് റിമൂവ് ചെയ്യാം. ഇത് നമ്മൾ ഷോപ്പുകൾക്ക് സപ്ലൈ ചെയ്യില്ല. ഓൾറെഡി യൂട്യൂബിലൂടെ ഇൻസ്റ്റയിലൂടെ വൈറലായ 2 പ്രോഡക്റ്റുകളാണ് നമ്മുടേത്. 16 പേജിൽ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഓക്കെ, ക്വാളിറ്റിയുടെ ബുക്കാണ്. പൂരം പ്രമാണിച്ച് ഇന്ന് മാത്രം നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന പുസ്തകം 100 രൂപ കൊടുക്കും. അത് 1 ടൈം ആണ് യൂസ് ചെയ്യുക, കളയും. ഇത് കളയണ്ട. 200 രൂപയുടെ ബുക്ക് ഇന്നത്തെ ദിവസം ഓഫറിൽ തരുവാണ് 120 രൂപ, 120 രൂപ. മായ്ച്ച് യൂസ് ചെയ്യാം. ആയിരിക്കുന്ന ഏത് പുസ്തകങ്ങൾ എടുത്താലും 120 രൂപയുണ്ട്, മായ്ച്ച് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഇവിടെ കാണാം ജയന്റ് വീലൊക്കെ. ഇവിടെ കുറേ ബൈക്കുകൾ, ഡ്രസ്സ് സംഭവമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് എന്നിവയിലുള്ള 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സ്. തോണിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. തോണി നല്ല ഐസിൽ പോകുന്നുണ്ട്, കാണാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സ്പേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കാണാം. ISROൻ്റെ റോക്കറ്റുകളൊക്കെയാണ് ഇവിടെ കാണാം. മംഗൾയാൻ. ഇതെന്താ പേര്? ഇതാണ് മംഗൾയാൻ. പറമ്പിൽ കയറാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനും അമലും ഇങ്ങനെ പുറത്ത് റോട്ടിലൂടെ നടക്കുകയാണ്. നല്ല ആളാണ്, ഭയങ്കര തിരക്കായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത ടെൻഷനിലാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് പൂരത്തിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. നല്ല തിരക്കാണ്.
റോട്ടിൽ ഇങ്ങനെ ഇറങ്ങി നടക്കണേ. ത്തിനുള്ള കുടകളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. വിളിക്കല. സുരേഷ് ടൂറിസ്റ്റ് കണ്ടെയ്നറിൽ ഡ്യൂട്ടി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, കിഴക്കേക്ക് ബാംഗ്ലൂരിനകത്തുള്ള രമേശ് സുരേഷ് ടൂറിസ്റ്റ് കണ്ടെയ്നറിൽ